കലോത്സവത്തിലെ ഏറ്റവും കളർഫുൾ ഐറ്റങ്ങളിലൊന്നാണ് ഒപ്പന. ഇത് വയനാട് നിന്നുള്ള ഒപ്പന ടീമാണ് ഇന്ന് സി മലയാളം ന്യൂസിനോട് ചേർന്നിട്ടുള്ളത്. അവർ സ്റ്റേജിൽ അവതരിപ്പിച്ച പെർഫോമൻസ് നമുക്ക് മുമ്പിലൊന്ന് കാഴ്ചവെക്കും. നമുക്കതൊന്ന് കാണാം. മദിനേശം പൊങ്കുന്നേ പെണ്ണാളിൻ കല്യാണം, മദിനത്തിൽ ആമോദം പൂക്കുന്നേ കല്യാണം. പെണ്ണാളിൻ കല്യാണം, മദിനത്തിൻ ആമോദം പൂക്കുന്നേ കല്യാണം. 16 കാരണോരൊത്തുള്ളി കല്യാണം, അതിർപ്പത്തിൽ മംഗമാർ പാടുന്നേ കല്യാണം. തോരുത്തീനി ഒത്തുള്ളേ കല്യാണം, പുതുക്കത്തും പൂത്തീരി കത്തുന്നേ കല്യാണം. പൂക്കൾ വിടരുന്നേ കല്യാണം. ഫർഹാന, ഇത് മരിയ, സന, നിത, എയ്മി, തൻസിയ, സൽവ, എമിൽ, ശ്രീവിദ്യ, ഡന. ഓക്കെ, ഇവര് പാട്ട് പാടുന്ന ടീംസാണ്. ഈ ഒപ്പന മത്സരം നടക്കുമ്പോൾ സ്റ്റേജിലൊന്ന് സൈഡായി പോകാറുണ്ട്. അങ്ങനെ സൈഡായി പോയതിൻ്റെ വിഷമം ഉണ്ടോ? ജില്ലേനെക്കാട്ടും അടിപൊളി കളിച്ചിട്ടുണ്ട് ഇവിടെ. നല്ലൊരു അനുഭവമായിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിലും കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. 2 വർഷത്തെ കഷ്ടപ്പാടാണ്. ഓക്കെ, ഇത് കുറേ പേര് ഫോട്ടോ എടുക്കുന്ന സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫോട്ടോ എടുത്തിട്ട് തീരുന്നില്ല. എങ്ങനെയാണ്? എല്ലാവരും വന്നിട്ടുണ്ടോ? ബന്ധുക്കളെല്ലാവരും? എല്ലാവരും വന്നു. സ്റ്റേജിൽ നിന്നപ്പോൾ തൊട്ടേ ശ്രദ്ധിക്കുകയാണ്. വളരെ നല്ല ചിരിയാണല്ലോ ഈ പാട്ടിൻ്റെ മൊത്തത്തിൽ. ആ ഒരു താളത്തിന് ഈ മണവാട്ടി ഒന്ന് ചിരിക്കുന്നുണ്ട് മൊത്തത്തിൽ. എന്താ ഇപ്പോൾ താങ്കളുടെ കല്യാണമാണോ എന്ന് തന്നെ തോന്നിപ്പോയി. അത്തരത്തിലുള്ളൊരു സന്തോഷമായിരുന്നു. എന്താ ഈ ചിരിക്ക് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്തോ പ്രത്യേകിച്ച്? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇതിൽ നമ്മളെന്തായാലും ഒരു കാര്യത്തിന് മുൻകിട്ടിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും നിൽക്കുന്നല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മാക്സിമം എടുക്കുക. മണവാട്ടിയായിട്ട് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതാണോ അതോ ആദ്യം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതാണോ? എല്ലാവരും കൂടെ സെലക്ട് ചെയ്താ. ആദ്യം ഫസ്റ്റ് ടീച്ചേഴ്സ് ആയിരുന്നു ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ. പിന്നെ ഇവരങ്ങ് ഓക്കെ ആയി, പിന്നെ ഞാനും ഓക്കെ ആയി. സാർ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഇവരെ പരിശീലിപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു ഇത്? എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊന്നും പഠിക്കില്ലേ? അങ്ങനെയല്ല, അവർ എന്ന് പറഞ്ഞാൽ ഇതുവരെ കളിക്കാത്ത ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അത് അവർ പഠിച്ച് നല്ല പ്രാക്ടീസ്. നമ്മൾ 3-4 മാസത്തെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അന്നേരമാണ് നമ്മളിപ്പോൾ സബ് ജില്ല കയറണമെന്നുണ്ടെങ്കിൽ 2-3 മാസം മുന്നേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങും സ്കൂളിൽ. ഞങ്ങളിപ്പോൾ ജൂലൈ ആകുമ്പോഴേക്കും ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങാറുണ്ട് സ്കൂളുകളിൽ. എന്തായാലും വളരെ മികച്ച പെർഫോമൻസ് തന്നെ ഇവർ സ്റ്റേജിലും പിന്നെ സി മലയാളം ന്യൂസിനും വേണ്ടി കാഴ്ചവെച്ചു. ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സി മലയാളം ന്യൂസിന് വേണ്ടി രജീഷ് നരിക്കുനിക്കൊപ്പം അജയ് സുതാപിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.